ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിയോ ഗെയിമർ. അതായത് നമ്മൾ ഇന്നൊരു ഹാർഡ് കോർ സീരീസ് ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുറേ ആയി, ഒരു വർഷമായി നമ്മളെ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് കാണുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളത് മരം മുറിച്ചു 5 ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമ്മൾ പി സിയിലേക്ക് ഗെയിം പ്ലേസ് മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് പി സി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അന്നേ നമ്മൾ ബ്ലൂടൂത്ത് പെയറാവുമെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ബ്ലൂടൂത്ത് എന്തൊക്കെ പെയറാവുള്ള ഒന്ന് ക്ഷമിക്കും. സൗണ്ടിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. ഡേർട്ട് കഴിക്കും, ഭയങ്കര ലാഗാട്ടോ. ചങ്ക് കൂടി കിടക്കണ്ടോ. വീഡിയോ സെറ്റിങ്സ് അതൊക്കെ ധാരാളമാട്ടോ. ഫസ്റ്റ് നമുക്കൊരു വുഡൻ പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയേക്കാം. ഇവിടെ എവിടെയെങ്കിലും കോബ്ലിസ്റ്റോൺ. ഇനി നമുക്ക് അടിയിലേക്ക് വിളിക്കണം. നമുക്കൊരു സ്റ്റേഴ്സ് വരാൻ. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഹാർഡ് കോർ മുന്നേറി പോകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ. നിങ്ങളുടെ ലൈക്ക് മാക്സിമം കിട്ടാനാണ് നമുക്ക് ഇതിലൊരു ഇത് വരുള്ളൂ. നമ്മൾ പണ്ടൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു പണിവാൽ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ മുകളിലായിട്ട് കോള് ഇത് ഹാർഡ് കോർ സീരീസ് പോലെ നന്നായിട്ട് പോട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കപ്പോൾ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പി സിയിൽ ഗെയിം പ്ലേസ് മാറ്റണം. അത് നമുക്ക് വേഗം തന്നെ സെറ്റാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. മാക്സിമം പറ്റണത്ര നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് അടിച്ചാൽ പോരാ. അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നമ്മൾ റോഡ് ടു 15 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. നിങ്ങൾ മാക്സിമം പറ്റണത് ഷെയർ ചെയ്യുക. നമുക്കിതൊരു സ്റ്റാക്ക് ആയി കഴിയുമ്പോൾ നമുക്കിവിടെ വയ്യ. അപ്പോൾ സൗണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം അത് നമുക്ക് സെറ്റാക്കി എടുക്കണേക്കെല്ലാം നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കാം. നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. എന്തെങ്കിലും വീഡിയോ ക്വാളിറ്റി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. നമ്മളിപ്പോൾ തന്നെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി കുറവുണ്ട്. പിന്നെ നമുക്ക് ഈ പി സിയിൽ നമ്മൾ ചെയ്യുമ്പം യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ള. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്കപ്പോൾ ഒരു ആക്സും ഒരു സോഡും ഉണ്ടാക്കിയേക്കാം. നമുക്ക് ഇനിയൊരു ഒരയം വേണം ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് കുറേ പണിയുണ്ട്. ഇനി നമുക്ക് ഊള് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇവരടുത്തായിട്ട് എവിടെ വില്ലേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. നമുക്കപ്പോൾ ഇച്ചിരി വുഡ് കളക്ട് ചെയ്തേക്കാം. വുഡിൻ്റെ നല്ല ആവശ്യമുണ്ട്. നമുക്കൊരു അയൺ ആർമറൊക്കെ സെറ്റായെങ്കിൽ പിന്നെ പേടിക്കാതെ റെഡിയാവണം.
അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കോ മാക്സിമം. നമ്മളെ വീഡിയോ ക്വാളിറ്റി ശ്രമിക്കുന്നതായിരിക്കും. പ്രശ്നം നമുക്കറിയാം. അപ്പം എല്ലാം നമുക്കൊന്ന് റെഡിയാക്കാം. എത്ര 26 അത് മതിയോ? 30 ആക്കിയിട്ട് പോവാം. 4 കൂടി അതേ മരത്തിൽ നിന്ന് ആയിക്കോളും. 1 2 3 4 5 കിട്ടി. ഒരെണ്ണത്തിൽ നിന്ന് കിട്ടും. നമുക്ക് അപ്പം അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. എങ്ങോട്ട് പോകണം? OUT ഔട്ട്, ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ്. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോയേക്കാം. നമുക്കപ്പം പംകിനൊക്കെ മാക്സിമം എടുത്തേക്കാം. പംകിൻ മാക്സിമം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. വില്ലേജ് കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. തന്നെ നമ്മുടെ ഇൻവെൻറ്ററി ഒരു ഫുള്ളാറായി. നൈറ്റ് ആവണയ്ക്ക് മുമ്പ് നമുക്കൊരു ബെഡ് സെറ്റ് ആക്കാം. നമുക്കൊറ്റ സീഡില്ല അല്ലേ? നൈസാണ്. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ആ മരത്തിൻ്റെ അങ്ങോട്ടൊരു വീട് ചെയ്യാറോ? കേവാണോ? ജൈൻറ്റ് കേവാണ്. ഇപ്പം ഇറങ്ങാൻ എനിക്ക് ധൈര്യമില്ല. വരാൻ അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ കോഡ് കണ്ട് കോഡ് നമുക്ക് പയ്യപ്പ് എടുക്കാം. നമ്മുടെ ലൈഫ് കളയാൻ പാടില്ല. ഒന്നാമത് ഫുഡൊന്നും അങ്ങനെ കിട്ടിയില്ല. പയ്യെ പോണം. പയ്യെ കോളായി. കോളിൻ്റെ പ്രശ്നമാണ്. കോളുണ്ടാക്കിയാൽ നമുക്ക് എല്ലാ പരിപാടിയും ഒന്ന് നീക്കി കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. ഫുഡ് മാക്സിമം ജോലി എടുക്കാൻ നോക്കും. നമ്മുടെ ഹങ്കർ വേഗം കുറയാൻ സാധ്യതയുണ്ട്. ഹാർഡ് കോറും കൂടെ ആയതുകൊണ്ട് അടുത്തെവിടെയെങ്കിലും ചായനുണ്ടാവും. ഒറ്റയായും മതിയാകും. ഒന്ന് ആർമറൊക്കെ ഒന്ന് സെറ്റായി ഇരിക്കാൻ. ലാഭ കൊണ്ട് വേണമെങ്കിൽ ഫോണിനായിട്ട് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഫോണിച്ചാണ് കളിക്കുന്നത്. ഫസ്റ്റ് ഷീപ്പ് ആണ്. ഇതിനെ നമ്മൾ കൊല്ലാൻ നോക്കിയാൽ കുറേ ഷീപ്പ് നമുക്ക് എല്ലാത്തിനും തീർക്കാം. ഫുഡ് ബെഡും കിട്ടി. ബെഡിൻ്റെ ബെഡിൻ്റെ കാര്യത്തിൽ ഇനി ചെയ്യില്ല.
നൈറ്റ് ആവുകയാണ്. 3 കൂടും. ഭാഗ്യമുണ്ട് ഫുഡും ഒരു ഇതെല്ലാം സെറ്റായി. ബ്ലാക്ക് മൂഡ് രണ്ടടി നമുക്കപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ഈ മരത്തിൻ്റെ അവിടെ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാം. നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മുടെ വീടും അപ്പം ഇവിടെ തന്നെയായിട്ട് സെറ്റാക്കാം. നമുക്ക് ബെഡ് യെസ്, നമ്മളങ്ങനെ ഫസ്റ്റ് ഡേ സിമ്പിളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ലൈഫൊന്നും പോയൊന്നുമില്ല. അടുത്തായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. പിന്നെ അവിടേക്ക് കുറേ ഷീപ്പിനെ കണ്ടായിരുന്നു. നമുക്കൊരു ഫാം സെറ്റാക്കി എടുക്കണം വേഗം തന്നെ. അതിന് നമ്മുടെ ഇപ്പം അയണില്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി സ്റ്റിക്ക് റെഡിയാക്കി ഒരു ഹോയ് കൊടുക്കാം. പിന്നെ എല്ലാവരുടെയും ഹോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പിക്കാക്സിൻ്റെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പായിട്ട് തീർപ്പാവാറായിട്ട് നമുക്ക് അടുത്തോടെയും വെള്ളം കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഇവിടെ തന്നെ നമുക്കൊരു ബക്കറ്റൊക്കെ റെഡി ആവുകയാണെങ്കിൽ പിന്നെയും ചെയ്യില്ല. ഇവിടെ മൊത്തം ഇങ്ങോട്ട് ഓഷ്യനാട്ടോ. ഡോൾഫിൻസൊക്കെ കുറേ ഉണ്ട്. നമ്മളപ്പോൾ ആദ്യത്തെ സീഡും നമ്മൾ അഡ്വാൻസ് ആക്കി എടുത്തു. ഇനി നമുക്ക് അങ്ങനെ സീനൊന്നുമില്ല. ഇനി നമുക്ക് ഈ ബെഡി ഇനി നമുക്കൊരു വീട്, ഒരു സ്റ്റാർട്ടർ ബേസ് പോലത്തെ ഒരു സ്ഥലം സെറ്റാക്കണം. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ചെസ്റ്റ് ഉണ്ടാക്കാം. ഡബിൾ ചെസ്റ്റ് തന്നെ ഉണ്ടാക്കിയേക്കാം. എന്തായാലും എടുക്കുമല്ലേ, ഡബിൾ ചെസ്റ്റ് തന്നെ ആയിക്കോട്ടെ. ഇവിടെ ഒന്നിങ്ങനെ ഡബിൾ ചെസ്റ്റ് അങ്ങനെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെക്കണ അങ്ങനെ എന്തോ ലാവുക. ലെതർ വുഡൻ പിക്കാക്സ് കയ്യിലിരുന്നോട്ടെ. 20 കയ്യിലിടുന്നു. ഇത് നമുക്കൊരു ഫർണേഴ്സ് ഉണ്ടാക്കാം. ഫർണേഴ്സ് അത് നമുക്ക് ഇവിടേക്ക് ഇനി നമുക്ക് ഫുഡ് ഇതിങ്ങനെ വെച്ചോട്ടെ. ഫുഡ് നമ്മൾ കോളങ്ങനെ കളയല്ല. ഓക്കെ, ഫുഡ് അപ്പം റെഡി ആയിക്കോളും. പിന്നെ ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കുക. ഒരു പിക്കാക്സും കൂടി നമ്മളുണ്ടാക്കി. നമ്മുടെ ഇതിൻ്റെ 7 കൂടി ഉണ്ട്. ഒരു ആക്സിഡൻ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാല്ലേ, സ്റ്റിക്കില്ല. നമ്മൾ ഈ മരം മുറിക്കണ്ട. ഓക്കെ, നമ്മൾ ഈ മരം മുറിക്കണമെന്ന് തീരുമാനിച്ചെങ്കിൽ മുറിക്കണ്ട. ഓക്കെ,
നമുക്കപ്പം ഇവിടെ നമുക്ക് ഫെൻസ് കൊബിൾ സ്റ്റോൺ മൈൻ ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു ഇതായിട്ട് നമ്മുടെ പ്രൊട്ടക്ഷനായിട്ട് അറുപതെണ്ണം ഞാൻ ഇത് ചുമ്മാ പണിയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്ന് പണിയെടുക്കട്ടെ. ഞാൻ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു രീതിക്ക് എടുത്തു. അതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആരും അറ്റാക്ക് ചെയ്യാനായിട്ട് വരില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡോർ വിചാരിച്ചു ഇരിക്കില്ലേ. അപ്പോൾ ഇത് രണ്ടും പൊളിച്ചാൽ മതി. ഇവിടെ രണ്ടിടത്ത് പൊളിച്ചു. ഡോറപ്പം കറക്റ്റായിട്ടിരുന്നോളൂ. ഇവിടെ ഇവിടെ ഒരു വിധം പ്രൊട്ടക്ഷനായി നോക്കുവാണെങ്കിൽ പുറത്താണ് ഈ വഴി ഒക്കെ നമ്മളെ സ്കെലിട്ടനൊക്കെ വരുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇച്ചിരി കൂടി പൊക്കി കെട്ടണം. ഇവിടെ കെട്ടണം. ഇവിടെയൊക്കെ റെഡിയായി. പക്കയായിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആരെയും അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിലും അവന്മാരെ കൊണ്ടുവന്നു അറ്റാക്ക് ചെയ്യാനും പറ്റും. നമ്മുടെ ഒരു ബേസ് റെഡിയായി. നമ്മളിങ്ങോട്ടും ആരും ഇനി അറ്റാക്ക് ചെയ്യില്ല. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആരും സ്പോണാവാൻ വേണ്ടി നമുക്ക് പണികൾ ചെയ്യാം. ഞാൻ സൈൻ ബോർഡും കൂടി ഉണ്ടാക്കിയാന്നു. അത് ഞാൻ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ വീടൊക്കെ പണിതല്ലേ, നമ്മുടെ പേരെഴുതാന്ന് വിചാരിച്ചിട്ടാണ്. 4 എണ്ണം കിട്ടി. പണികളൊക്കെ ഒക്കെ ഉണ്ടത് ഇവിടെ വരണം. പിന്നെ ഇവിടെ പിന്നെ പുറത്ത് വെക്കണം. സ്പോണല്ല എന്തായാലും നമുക്ക് വെച്ചേക്കാം. ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഇല്ലാത്ത ഇങ്ങോട്ടും ഇവിടെ ഒരെണ്ണം വെച്ചേക്കാം. ഇത് മൊത്തം കാട് ഏരിയ ആയിട്ട് ഇവിടെയും കൂടെ ഒന്ന് വെച്ചേക്കാം. പിന്നെ 4 ഉണ്ട്. അത് നമുക്ക് നമ്മുടെ കയ്യിലിരുന്നോട്ടെ.
നമ്മൾ സെക്കൻഡ് ഡേയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മളെ സെക്കൻഡ് ഡേയും കംപ്ലീറ്റ് ആക്കി. നമ്മൾ സൈൻ ബോർഡ് വച്ചേക്കാം. ഇങ്ങും ഇത് കേട്ടോ നമ്മൾ ഓക്കെ. ഹൗസ് ഓക്കെ. നമ്മളപ്പം അങ്ങനെ സൈൻ ബോർഡ് റെഡിയാക്കി. ചെസ്റ്റിലേക്ക് കയറ്റാം. ഡോറ് നമ്മുടെ ഹങ്കർ കുറേ ഉള്ള കേട്ടോ, ഞാൻ ശ്രദ്ധിക്കും. കുറേ അതായി. ഇതിന് ബഗ്ഗാണോ പോജാവി ലോഞ്ചറാണ് ഇത് കളിക്കണേ. അത് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ പ്ലേ സ്റ്റോറിലില്ല, ബാനാക്കിയിട്ടുണ്ടെന്നാണ് തോന്നണേ. ബാനാക്കി പ്ലേ സ്റ്റോറിലില്ല എന്തായാലും. അപ്പം ഇച്ചിരി ഗ്ലാസ് കൊടുക്കാലോ നമുക്ക്. 2 ദിവസമായില്ലേ. ആടുകളെ കൊണ്ടുവരാം. അതിനായിട്ട് നമുക്ക് വീറ്റ് വേണം. വീറ്റ് വന്ന് നോക്കട്ടെ. ടുഡേ നമ്മൾ ഫസ്റ്റ് ഡേ വളർന്നു, പക്ഷെ അങ്ങോട്ട് വളർന്നു. നമുക്കപ്പം സീനിൽ കയറിച്ചിരി മീനുകൾ ഭയങ്കര നമുക്ക് വില്ലേജ് തപ്പിപ്പോ ചുമ്മാ അങ്ങോട്ടൊന്ന് പോയി വെക്കാം. ഇതിന് മുകളിൽ കയറാൻ പറ്റുമെന്ന് പോലെ. ഇതിന് മുകളിൽ നിന്നൊരു ബിഗ് ടവർ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ മറന്നു പോരാലോ. അങ്ങനെ ഒരു ഐഡിയ, ഒരു ഗുഡ് ഐഡിയ. എന്നിട്ട് ഞാൻ ചങ്ക് കൂട്ടിയിട്ടിട്ടൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ പോസ് ചെയ്യാടിക്കും കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ. ഡോട്ടുണ്ട് ഇതാണ് ടോപ്പ്. ആട്ടോ ടോപ്പ്. ഇതിൻ്റെ മുകളിൽ ഒരു പണിയുണ്ട്. താഴത്തേക്ക് ഇടങ്ങാം. ഇങ്ങനെ വെച്ചൊരു ചങ്ക് കൂട്ടിയിടാം. ലാഗായി, ഭയങ്കര ലാഗായി. ഒന്ന് വീഡിയോ പോസ് ചെയ്യാം കേട്ടോ. അപ്പം കഴിച്ച് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നോക്കി. അപ്പം അവിടെയായിട്ടൊരു കോബിൾ സ്റ്റോണിൻ്റെ ഇതുണ്ട്, പിന്നെ ഇതിൻ്റെ നടുക്കായിട്ടുമുണ്ട്, പിന്നെ അങ്ങോട്ട് മൊത്തം ട്രീസ് അതിൻ്റെയൊക്കെയാണ്. പിന്നെ വില്ലേജൊന്നും അങ്ങനെ കാണാനില്ല അവിടെ നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ തന്നെ എത്ര മിനിറ്റ് ആയി കാണാൻ പറ്റില്ലെന്ന് തോന്നണേ. കാണാൻ പറ്റില്ല. ഇപ്പോൾ കൂടുതലാണ് വീഡിയോ. ഞാൻ എഡിറ്റ് ചെയ്തെല്ലാം കയറ്റി റെഡിയാക്കി വരുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഹാർഡ് കോർ സീരീസ് ഹാർഡ് കോർ സീരീസ് അല്ല, ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡാണ് ഹാർഡ് കോറിൻ്റെ. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മളൊരു ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് സെറ്റാക്കി. നമ്മൾ കോബിൾ സ്റ്റോൺ അയൺ കിട്ടിയില്ല, എന്നാൽ കോള് ഒരു ഇതെല്ലാം റെഡിയാക്കി. നമ്മുടെ സ്റ്റോണൊക്കെ ഒരു വിധം നമ്മളൊരു ബ്രിക്സ് വാൾ തന്നെ കിട്ടി. സേഫ്റ്റി ഒരു വിധം 1000 സേഫ്റ്റി നമ്മളൊരു സ്റ്റാർട്ടർ ബേസ് തുടങ്ങിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ചെയ്ത് ഒരു XP ഫാം സെറ്റാക്കണം. നമ്മൾ വരണ വരെ എപ്പിസോഡിൽ മാക്സിമം സെറ്റാക്കാൻ നോക്കണേക്കും.
അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുക, ലൈക്ക് ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക ഗൈസ്. അപ്പം ബൈ ബൈ.